എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ചായക്കട സ്റ്റൈലിലൊരു സുഖിയൻ ഉണ്ടാക്കിയാലോ? അതിനായി നമ്മൾ സുഖിയനാവശ്യമായ പയർ ഒരു കുക്കറിലിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. പയറിൻ്റെ വേവനുസരിച്ച് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. നമ്മുടെ പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു അരക്കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർക്കാം. അതിലേക്ക് 2 ഏലക്കായും ലേശം ചെറിയ ജീരകം കൂടി പൊടിച്ചത് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ശർക്കര പാനിയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് സുഖിയൻ്റെ വലുപ്പത്തിനാവശ്യമായ ഉരുളകളായി ഉരുട്ടിയെടുക്കാം. ഇനി ഇതിനാവശ്യമായ ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ വലിയ 2 സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് അരിപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് ക്രിസ്പിയായി ഇരിക്കാനാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വെള്ളം കുറച്ച് ഒഴിച്ച് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന സുഖിയൻ ഇതിലേക്ക് മുക്കി നമുക്ക് തിളച്ച എണ്ണയിൽ വറുത്ത് പോരാം. നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സുഖിയൻ ഇവിടെ ബാറ്ററിനകത്ത് മുക്കി ഓരോന്നും നമുക്ക് തിളച്ച എണ്ണയിലിട്ട് വറുത്ത് പോരാം. നമ്മൾ ഈ സുഖിയന് വേണ്ടി പയർ വേവിച്ചെടുക്കുമ്പം വെള്ളമില്ലാതെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ശർക്കര പാനി ചേർക്കുമ്പം വെള്ളം കൂടി പോകാതെ നമ്മൾ ഈ സുഖിയൻ്റെ ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ശർക്കര പാനി ഒഴിക്കാവൂ. ശർക്കര ഉരുക്കി എടുക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ അതിനകത്ത് ചേർത്ത് ശർക്കര ഉരുക്കി എടുക്കാവൂ. കൂടുതൽ വെള്ളമായാൽ നമുക്ക് മധുരം കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പയർ നമുക്കത് പാകത്തിന് ഉരുട്ടിയെടുക്കാനും ബുദ്ധിമുട്ടാവും. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ബാറ്റർ തയ്യാറാക്കുമ്പം കൂടുതൽ വെള്ളം ആയി പോകാതെ ആ പാകത്തിന് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.